ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് വിറ്റാമിൻ സി സിറം ക്രീം. കാണാൻ പറ്റുന്നുണ്ടോ? സോറി ഗൈസ്, ഫോക്കസ് മാറിപ്പോയി. ഈ ക്രീമിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം. ഇത് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, അതും 7 ഡേയ്സിനുള്ളിൽ ബ്രൈറ്റ് ആകും എന്നാണ് ഇവർ പറയുന്നത്, ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 3 to 4 months ബിഫോർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്കിന്ന് ഡള്ളാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊരു നാച്ചുറൽ ബ്രൈറ്റ്നസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നാച്ചുറൽ ബ്രൈറ്റ്നസ് അല്ല ഇത്. എന്താ ഞാൻ പറയാ, ഈ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നസ് പോലെ, ഒരു തെളിച്ചം പോലെ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു വെളുത്തിട്ട് ഒരു വൈറ്റ് കാസ്റ്റ് എല്ലാം കൂടി ചേർന്നിട്ടൊരു ടെക്സ്ചർ പോലെ ഇരിക്കുമല്ലോ, അതാണ് ഈ സംഭവം. അപ്പം നിങ്ങൾക്ക് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് അതുപോലെ തന്നെയാണിത്. പിന്നെ അത്രയും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇതിലില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിലെന്ന് പറയാനായിട്ട് പിന്നെ വേറൊരു ഗുണമുള്ളത്, ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്. അപ്പോൾ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് വിറ്റാമിൻ സി. സോ നമുക്ക് അതൊരു പ്ലസ് ആയിട്ട് പറയാം. പക്ഷേ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എപ്പോഴും എന്താ പറയുക, വെളുത്തിരിക്കുക അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടിരിക്കുക എന്നുള്ള സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നു, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, പെട്ടെന്നൊരു ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്നൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ആ ടൈമൊക്കെ ഇത് കുറച്ച് ഒരു 3 to 5 days അല്ലെങ്കിൽ 7 days ഇവർ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല, പിന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, കാരണം ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ തന്നെ വേറൊരു ഫേസ് വാഷ് ഉണ്ട്, ഈ ക്രീമിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട്, വിറ്റാമിൻ സി സിറം അടങ്ങിയിട്ടുള്ള ഗാർണിയറിൻ്റെ തന്നെ ഫേസ് വാഷ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും നോക്കാം. കണ്ടോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതേ ഫെയർ ആൻഡ് ലവ്ലിയുടെ അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. മണം കൊള്ളാം. ഇതാണ് സംഭവം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല, ലിറ്ററലി. കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് ഉപയോഗിച്ചാൽ സ്കിൻ ഒന്നുകൂടെ വലിയും. വേറെ ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഇതുകൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ഗുണം ഉള്ളതെന്ന് വെച്ചാൽ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫെയ്ഡായിട്ട് മാറുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് പയ്യെ കുറയുന്നുണ്ട്. കാര്യം കാരണം എൻ്റെ മുഖത്ത് നേരത്തെ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സമയത്ത് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, ഡാർക്ക് സ്പോട്ട്സ് പതിയെ മങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗുണമാണ്. അപ്പോൾ ഞാനിതിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്താ പറയുക, പോസിറ്റീവ് സൈഡ് മാത്രമല്ല അഡ്വാൻറ്റേജസും ഞാനിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ മുഴുവൻ കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് സാധനം ലൈക്ക് 89 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. ഇതൊരു 50 grams എന്തോ ആണ്, 23 grams അത്രേ ഉള്ളൂ. പക്ഷെ കുറച്ചെടുത്താൽ മതി, നല്ലൊരു മണമുണ്ട്. ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മുഖത്തൊന്നും യൂസ് ചെയ്യണില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇതിവിടെ കാണിച്ചു തരാം. കണ്ട, ഒരു വൈറ്റ് കാസ്റ്റ് പോലില്ലേ, കണ്ടോ? അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പൈസയ്ക്ക് ഇത് വോർത്താണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് 89 റുപ്പീസേ ഉള്ളൂ. പിന്നെ ചില ക്രീംസിനൊക്കെ നമ്മൾ 300 400 ഒക്കെ കൊടുത്തിട്ട് ഒരു ഗുണമില്ലാതെ കളയുന്ന ഇതുണ്ട്. പക്ഷേ ഒരു ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല.
അതുമാത്രമല്ല ഞാനിത് ഒരുപാട് നാളൊന്നും യൂസ് ചെയ്തില്ല, കാരണം ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല, ഞാൻ കൊണ്ടൊന്ന് നിർത്തി. പിന്നെ ഇതിൻ്റെ ഫേസ് വാഷ് എനിക്കിഷ്ടമായി, വലിയ കുഴപ്പമില്ല. അതുപോലെ എൻ്റെ സിറംസ് നല്ലതാണ്, ഗാർണിയറുടെ വിറ്റാമിൻ സി റേഞ്ചിലുള്ള സിറംസ് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസായിട്ട് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ മണം ഈ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. കെമിക്കൽസ് ഒക്കെ ഒരുപാടുള്ള ഒരു മണമില്ലേ, അതൊന്നുമില്ല, നല്ലൊരു പ്ലസൻ്റ് സ്മെല്ലാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ നിങ്ങൾക്കിത് വേണം, ഇത് ബൈ ചെയ്യണം എന്നുള്ളവർ ഞാൻ ലിങ്ക് അയച്ചു തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല. കെമിക്കൽസ് ഉള്ള സാധനം തന്നെയാണ്, ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നെവർ എവർ യൂസ് ഇറ്റ്, ഇത് യൂസ് ചെയ്യാനേ പാടില്ല. ഓക്കെ. പിന്നെ വിറ്റാമിൻ സി സിറം നമുക്ക് യൂസ് ചെയ്യാം പ്രഗ്നൻസി ടൈമിൽ, അതിന് കുറച്ച് ബ്രാൻഡ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെന്താണ്, ഗാർണിയറിൻ്റെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ മിസലർ വാട്ടറൊക്കെ ഉണ്ട് മേക്കപ്പ് റിമൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്കതൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റൻ ആവണം, ഒരു ഫംഗ്ഷന് പോകണം, അങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ 2-3 ഡേയ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. ഓക്കെ. അപ്പം അതാണ് എൻ്റെ റിവ്യൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.